ഹലോ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷുവൊക്കെ ഇങ്ങ് അടുത്തെത്തി. വിഷുവിന് പറ്റിയ കുറച്ച് വെറൈറ്റി ഹെയർ സ്റ്റൈൽസാണ് ഇത്തവണത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് നമിതയുടെ ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഇതിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് മുടി പിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ത്രെഡും കൂടി യൂസ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. ഇത് നമുക്ക് 2 പിന്നലായിട്ടോ ഒറ്റ പിന്നലായിട്ടോ ചെയ്യാം. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, പക്ഷേ മൾട്ടി കളർ ത്രെഡ്സ് അല്ല, ഒരു ഗോൾഡൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. അതിൽ മുടി കുറച്ച് എടുത്തിട്ട് അത് മാത്രം കുറച്ച് പിന്നിയെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗോൾഡൻ ത്രെഡും കൂടി മിക്സ് ചെയ്ത് പിന്നി ബാക്കി അഴിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത് രശ്മിക മന്ദാനയുടെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. ഇത് അവരുടെ വെഡ്ഡിങ് ലുക്കിൽ വന്നതാണ്. മുല്ലപ്പൂ ഇങ്ങനെ ലൂസായിട്ട് ഇതുപോലെ കോർത്തെടുത്ത്, നമ്മുടെ വീട്ടിൽ തന്നെ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റൈലാണിത്. ഇങ്ങനെ ലൂസായിട്ടുള്ള സ്ട്രാൻഡ്സ് 3-4 എണ്ണം എടുത്തിട്ട് നമ്മുടെ ഹെയർ ലെങ്ത്തിനൊപ്പം ഇതുപോലെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഇത് ബ്രെയ്ഡ് ചെയ്ത മുടിയുടെ ഒപ്പമാണെങ്കിലും അഴിച്ചിട്ട ഒപ്പമാണെങ്കിലും നമുക്കിതുപോലെ 3-4 സ്ട്രാൻഡ്സ് ഇങ്ങനെ മുല്ലപ്പൂ ലൂസായിട്ട് കോർത്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. സ്ഥിരം നമ്മൾ കാണുന്ന മുല്ലപ്പൂ ഹെയർ സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരെണ്ണം അങ്ങനെ ഈ ഒരു സ്റ്റൈല് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും ഭംഗിയായിരിക്കും കാണാനായിട്ട്. അടുത്തത് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകാനൊക്കെ അഴിച്ചിടുന്നത് പോലെ ഒരു ഹാഫ് അഴിച്ചിട്ടിട്ട് അതിന് ശേഷം താമരയാണ് വയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് വ്യത്യസ്തത എന്ന് പറയുന്നത് ആ താമര നമ്മൾ വിടർത്തി വെച്ചിട്ട് അതാണ് നമ്മളവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് തുറന്നിരിക്കുന്ന ഒരു പൂവായിട്ട്. ഇത് നമുക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ ടീനേജേഴ്സിനും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു പൂവാണിത്. ഇതുപോലെ 2 സൈഡിൽ നിന്നും മുടി പിന്നിയെടുത്തിട്ട് ഇതുപോലെ ഓരോ പിന്നലിൻ്റെ ഇടയിൽ കൂടി ഈ പൂക്കളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതിയാവും. ഈസിയാണ്. മുല്ലപ്പൂവും കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് തന്നെ ചെയ്യാവുന്നതാണ്. ഇതാകുമ്പം ആ ഡ്രസ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് അതേ പൂ തന്നെ ഇങ്ങനെ വെക്കുമ്പം അതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്, അതിൻ്റെ ഒരു ഭംഗിയുമുണ്ട്. ഇത് കുറച്ചുകൂടെ കളേർഡ് ഔട്ട്ഫിറ്റ്സ്. ഇതിപ്പോൾ ഒരു പേർപ്പിൾ കളർ സാരിയാണ്. അപ്പം ഒരു പേർപ്പിൾ ഫ്ലവർ തന്നെ എടുത്തിട്ട് മുടി പിന്നിയിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുത്തിരിക്കുകയാണ്. സാധാരണ നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇതിനകത്ത് ഒരു കളറുള്ളൊരു പൂ ഉള്ളതിൻ്റെ ഒരു വെറൈറ്റി അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം സ്ഥിരം കാണുന്നതിൽ നിന്ന് ഒരു വ്യത്യാസമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു വ്യത്യസ്തത. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള വാടാമുല്ല എന്ന് പല സ്ഥലങ്ങളിലും പറയുന്ന ആ പൂവ്, അതിൻ്റെ ഇലയോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ കോർത്തെടുത്തിട്ട് അതിൻ്റെ പല സ്ട്രാൻഡ്സ് നമ്മുടെ ഹെയർ ലെങ്ത്തിൻ്റെ ഒപ്പം മുടി അഴിച്ചിട്ടിട്ടും ചെയ്യാവുന്നതാണ്, പിന്നെ എടുത്തിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്, എന്ന വെറൈറ്റിയുമാണ്. ഇത് ഒരു എളുപ്പമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ലൂസ് ബ്രെയ്ഡ്, കുറച്ചൊരു മെസ്സി ബ്രെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വെറുതെ കാഷ്വലായിട്ട് അത് പിന്നീട്ട് അതിൻ്റെ താഴെ ഈ പറഞ്ഞ പോലെ താമരമുട്ടും കൊണ്ടുള്ള ഒരു ആക്സസറി യൂസ് ചെയ്തിരിക്കുകയാണ്, കുറച്ചധികം മുട്ടുകൾ. ഇത് അതുപോലെ തന്നെ താമരമുട്ട് വെച്ചിട്ടുള്ള വേറൊരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ ഇത് സ്ഥിരം ഇപ്പം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രെയ്ഡാണിത്. അതിൻ്റെ താഴെ താമരയുടെ മുട്ടും മുകളിൽ താമര പൂവും വെച്ചിട്ട് അതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്തെടുത്തിരിക്കുന്നേ ഉള്ളൂ. സ്ഥിരം ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പക്ഷേ ആ പൂവ് വെച്ചിരിക്കുന്നതിലും താഴത്തെ മുട്ടിൻ്റെ കൂടെയുള്ള ആ ഒരു ഗോൾഡൻ ത്രെഡും, ഇതും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ബ്രെയ്ഡിനെ തന്നെ കുറച്ച് അതിനകത്തൊരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പൂക്കൾ ഓരോന്നോരോന്നായിട്ട് കിട്ടുന്ന ഈ ചെറിയ കുഞ്ഞു പൂക്കൾ അതിൻ്റെ സാധാരണ ബ്രെയ്ഡിൻ്റെ നടുവിലൂടെയാണ് വെക്കുന്നതെങ്കിൽ ഇത് 2 സൈഡിലൂടെ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതും നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്, എന്നാൽ ഈസിയുമാണ്. ഇത് ഹെയർ ആക്സസറീസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ആക്സസറീസ് നമ്മൾ ഫ്രഞ്ച് ബ്രെയ്ഡ് എന്നൊക്കെ പറയുന്ന ഈ ബ്രെയ്ഡ് ചെയ്തിട്ട് ആക്സസറീസ് ഇതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാം.
ഈസിയാണ്. നമുക്ക് ഈ ആക്സസറീസ് നമുക്ക് ഗോൾഡ് കവറിങ് ഓർണമെൻറ്റ്സ് കിട്ടുന്ന കടയിലോ അല്ലെങ്കിൽ സാധാരണ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് ഇങ്ങനത്തെ കോയിൻസും ഇങ്ങനത്തെ പൂക്കളൊക്കെ മേടിച്ച് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ യു-പിൻ എടുത്തിട്ട് അതിൽ ഗ്ലൂ വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഫാൻസി ഷോപ്സിൽ ഇത് ഇങ്ങനെ തന്നെ കിട്ടും, ഇങ്ങനത്തെ ഹെയർ ആക്സസറീസ് കിട്ടും. അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇങ്ങനത്തെ കോയിൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് ബ്രെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി വെക്കാൻ പറ്റും. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഹെയർ സ്റ്റൈലാണ്. വേറൊരു ആക്സസറി യൂസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഒരു ചന്ദ്രക്കല ഷേപ്പിലുള്ള ഒരു ആക്സസറിയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഇങ്ങനെ ഓരോ പിന്നലിൻ്റെ ഇടയിൽ കൂടിയും വെച്ച് അതിനെ അങ്ങ് ഭംഗിയാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തന്നെയാണെങ്കിലും ചെയ്യാൻ പറ്റും. തന്നെ ചെയ്ത് എടുത്ത് പറ്റുന്ന അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് ഒരു കോമൺ ഹെയർ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ ആക്സസറിയും മുല്ലപ്പൂവും വന്നിരിക്കുന്നതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. സാധാരണ മുല്ലപ്പൂ അല്ലെങ്കിൽ ആക്സസറി ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ഇത് വളരെ കാഷ്വലായി മുല്ലപ്പൂ ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ആക്സസറീസും കൂടി പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈല് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരാം. ഏതെങ്കിലും ഒരു ലുക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സസറിയെക്കുറിച്ചോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും ഇങ്ങനത്തെ സീരീസുകൾ ചെയ്യണമെങ്കിൽ അതും പറയുക. നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോസ് ചെയ്യാം. താങ്ക് യു.